എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലോങ് ഐലൻഡ് സിറ്റിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ലോങ് ഐലൻഡ് സിറ്റിയിലാണ് നിൽക്കുന്നത്. ഈ പാർക്കിൻ്റെ വിശേഷം എന്നറിയാമോ? സമ്മർ ഉടയും കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം നല്ല ക്രൗഡഡാണ്, ഭയങ്കര തിരക്കാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഏപ്രിലൊക്കെ വരുമായിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനകത്ത് നല്ല ഫ്ലവേഴ്സ്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് കറങ്ങി അതേ സൈഡിൽ കൂടെ വരാം. ഇത് പണ്ട് ഷിപ്പ് വന്നുകൊണ്ടിരുന്ന ഒരു യാർഡാണ്. ഇവിടെ ഈ പാർക്ക് ഭയങ്കര തിരക്കുള്ളൊരു പാർക്കാണ്. രണ്ട് സൈഡിലും ഫുഡ് ട്രക്കിൻ്റെ ബഹളമാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് കഴിക്കാനുള്ള ഇവിടെ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ ഫ്ലവേഴ്സും നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത ഫ്ലവേഴ്സൊക്കെ ഇടുന്നത് നോക്കിയാൽ. ഇതൊക്കെ ടൂലിപ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഈ വർഷം കാണാൻ പറ്റി. കഴിഞ്ഞ വർഷമൊന്നും ഇതില്ലായിരുന്നു. ഒരു വെറൈറ്റി ടൂലിപ്സ് ഉണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. ഏപ്രിൽ അവസാനം വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ മൊത്തം ഫ്ലവറുള്ള ട്രീസ് ആയിരുന്നേനെ, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ പൂക്കട കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല ചൂടാണ്. മെയ് ഫസ്റ്റ് വീക്കായില്ലേ. പിന്നെ സമ്മർ വെക്കേഷൻ സമ്മർ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുതരാമെന്ന് വിചാരിക്കണം. പാർക്കിലെ വിശേഷങ്ങളൊക്കെ കണ്ടു ഞാൻ നിങ്ങൾ ചൂടടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇങ്ങനെയാണ് ഗൈസ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മൻഹാറ്റൻ. ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് റൈഡ് ഉണ്ട്. ഈ മരമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. നിറയെ എല്ലാ പൂക്കളോടും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. പിന്നെ നമുക്ക് പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുങ്ങളെ കൊണ്ട് ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് കൂടി നടക്കാനുള്ള പ്രത്യേകം പാർക്കുകളുണ്ട്. കൂടുതലും ആൾക്കാർക്ക് ഞാനിപ്പോൾ സിറ്റി കാണാണ് ഗൈസ്. ഹെലികോപ്റ്റർ വന്നുണ്ടോ? ന്യൂയോർക്ക് സിറ്റി ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ബോട്ട് റൈഡിൻ്റെ ആവശ്യമുള്ളൂ. ഇത് പിടിച്ചോ ഞാൻ. ഇത്രയും സൗണ്ട് ഇടയ്ക്ക് എൻ്റെ ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ. ആ ബിൽഡിങ് വളഞ്ഞാൽ നിൽക്കണം, ശ്രദ്ധിച്ചായിരുന്നു. ഒരു കർവുണ്ട് അതിനുണ്ടോ, രണ്ടിനും ഒരു കർവുണ്ട്. എന്നിട്ട് വേണം എല്ലാവരും എനിക്കിട്ട് തൊട്ട് തരാൻ. ഈ മരങ്ങൾ പൂക്കളുള്ളപ്പോൾ നല്ല ഭംഗിയാണ് ഗൈസ്. പൂക്കൾ മുഴുവനും പോയി. അതാണ് ഓൾഡ് ബ്രിഡ്ജ് കേട്ടോ. ഓൾഡ് ബ്രിഡ്ജ് അതാരണം. നമ്മൾ അങ്ങേ സെക്ഷനിലോട്ട് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ട് കേട്ടോ. ഈ സെക്ഷനിലേക്ക് നമ്മൾ അധികം വന്നില്ല. ഈ മരങ്ങളുടെ സൈഡൊക്കെ വന്നിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോയി. അന്ന് തണുപ്പായിരുന്നതുകൊണ്ട് ഇവിടേക്ക് എത്തിയില്ല. നമ്മൾ ആ സൈഡിലേക്കാണ് കൂടുതലും പോയത്. അതൊരു ചതുപ്പ് നിലത്തിൻ്റെയൊക്കെ സൈഡിലേക്ക് നമ്മൾ താഴെ കൂടെ പോയില്ലായിരുന്നോ. പൂക്കളൊക്കെ പൊഴിഞ്ഞു വീഴുന്നതുകൊണ്ട് മൂക്കിലൊക്കെ നല്ല അലർജിയുടെയൊക്കെ സിസ്റ്റം ഉണ്ട് കേട്ടോ. അലർജിയുടെയൊക്കെ ഫീലിങ്സ്. പാർക്കാണ്. സമ്മറായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. ചൂടടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് തുണിയില്ല, ഒന്നുമില്ല. പിന്നെ നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് സൈഡിൽ. കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു സൂപ്പർ പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല ഒരു സൂപ്പർ പാർക്കുണ്ട്.
വാട്ടർ പാർക്ക്. അമേരിക്കയിൽ താറാവിനെ കണ്ടിരുന്നു. ആ അതാണ് ഗൈസ്, അമേരിക്കയിലെ താറാവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറയലേ. എന്താ റാമ അമേരിക്കയിലത് പാത്തയത് കേട്ടോ, അത് പാത്ത. നമുക്ക് സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ട് റൈഡ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് സിറ്റിയിലേക്ക് പോയിട്ട് വരാം. ഓരോ സെക്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കണ്ടോ, ഇടയ്ക്കിടയ്ക്കിനെ വെള്ളത്തിന് കയറി വരാൻ വേണ്ടി ഒരു സ്പേസ്. ചൂടത്തൊക്കെ തലപ്പത്തൊക്കെ ഇരുന്ന് യു വാണ്ട് ടു സ്റ്റേ, യു വാണ്ട് ടു ലേ ഡൗൺ. വൈറ്റമിൻ ഡി കിട്ടും ആ ഇവിടെ കിടന്ന വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി. ഇതെല്ലാം ലക്ഷറി അപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഒക്കെ വെയിലൊക്കെ അടിച്ചിവിടെ ചാരിക്കിടക്കാം. വെള്ളത്തിൻ്റെ ഓഷ്യൻ്റെ സൗണ്ടൊക്കെ കേട്ടുകൂടെ സിറ്റിയിലെ കാഴ്ചകളും കണ്ട് നമുക്ക് കറങ്ങി നടക്കാൻ പറ്റും. അതാണ് പഴയ ബ്രിഡ്ജ്. പക്ഷെ അതിൽ കാറുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിനെക്കാട്ടിലൊക്കെ സെറ്റായിട്ട്. അതെന്താ അവിടെ വെച്ചിരിക്കണേ? പെപ്സിക്കോളയുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് ഗൈസ്. എന്താ പെപ്സിക്കോള അഡ്വർടൈസ്മെൻറ്റ്. ഈ സെക്ഷനിലേക്ക് നമ്മൾ വന്നില്ല. പൂക്കളത്തിൻ്റെ ഒക്കെ ഇതുകൊണ്ടുണ്ടല്ലോ അലർജി. സൈക്കിൾ റൈഡും അതുപോലെ റോൾ സ്കേറ്റും ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ സ്പേസാണ്. ബിൽഡിംഗ് ഇതൊക്കെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളാണ്. അതിന് മുകളിൽ തന്നെ നമുക്ക് ബാൽക്കണികളൊക്കെ കാണാൻ. ആസ്വദിക്കണമൊക്കെ ബാൽക്കണിയാണ്. ഇതെല്ലാം ലക്ഷറി അപ്പാർട്ട്മെൻറ്റാണ്. ലക്ഷറി ആയതുകൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവം വാട്ടർ വ്യൂ സൈഡിലുണ്ട്. വാട്ടർ വ്യൂ ഉള്ള അപ്പാർട്ട്മെൻ്റ് ആകുമ്പം നമുക്ക് വൈകിട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ബോട്ട് പോകുന്നുണ്ടോ? അതാണ് അവിടെ ആൾക്കാരെ എടുത്ത് പോണ ബോട്ടുണ്ട്. മൻഹാട്ടനിലേക്ക് പോണ ബോട്ട് റൈഡാണത്. ദ വാട്ടർ ടാക്സി. ഇവിടെ നിന്ന് അങ്ങോട്ടും പോവും, മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഫാമിലിയായിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു പാർക്ക്. ബോട്ട് അവിടെ ചെന്നു. ഇത് മിൻ്റാണ് കേട്ടോ. മിൻറ്റ് ചായക്ക് ഇടാൻ പറ്റുന്ന മിൻറ്റ്. എല്ലാ വീട്ടിലും ഓരോ പട്ടിക്കുട്ടികളുണ്ട്. അത് നിങ്ങൾക്ക് രാവിലെ നടക്കുന്നത്. പെപ്സിക്കോളയുടെ സെയിമുണ്ട്. പെപ്സിക്കോള പണ്ടത്തെ പെപ്സിക്കോളയുടെ കുപ്പിയുണ്ടോ? അതിൻ്റെ സൈനാണ്. ട്രേഡ് മാർക്ക് ഇങ്ങനെയുണ്ടെന്ന് എനിക്ക് സൂപ്പറല്ലേ? അതൊന്നും അപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിയായിട്ട് വെച്ചിട്ടുണ്ട്. പെപ്സിയുടെ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോഴത്തെ പെപ്സിക്കോളയുടെ ക്യാനൊന്നും കേട്ടോ, പഴയ കുപ്പിയുടെ. അപ്പോൾ എത്ര വർഷം മുമ്പുള്ള അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് നോക്കിയത്. ട്രേഡ് മാർക്ക്. അപ്പം അതാണ് നമുക്ക് വാട്ടർ ടാക്സി എടുക്കാനുള്ള
സെക്ഷൻ. ഇവിടെ നമുക്ക് Tight. മൻഹാട്ടനിലേക്ക് പോകാം. മൻഹാട്ടനിലേക്ക് പോകാം. നല്ല വേവ് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഓളം ഉണ്ട് കേട്ടോ. ഓളം നല്ല സൂപ്പർ ഉണ്ട് കേട്ടോ. ഹഡ്സൺ റിവറിൻ്റെ ഒരു പാർട്ടാണ്. Sure. യാ